ഏതെങ്കിലും സിനിമയുടെ യഥാർത്ഥ കണക്കുകൾ ഇന്ന് ആർക്കും കിട്ടുന്നുണ്ടോ? കാരണം നമ്മൾ അനുഭവിക്കേണ്ട പണമാണ് ഒരു ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞ് വയ്ക്കുന്നത്. ഈ ബ്ലാക്കല്ല ബ്ലാക്കിനെ കുറിച്ച് പറയുന്നുണ്ടോ? മമ്മൂട്ടി എത്ര കോടി മേടിക്കുന്നു? മോഹൻലാൽ എത്ര കോടി മേടിക്കുന്നു? പൃഥ്വിരാജ് എത്ര കോടി മേടിക്കുന്നു? ദിലീപ് എത്ര മേടിക്കുന്നു? ഇങ്ങനെ ഇപ്പോഴത്തെ പുതിയ ടോവിനോ ഇങ്ങനെ എല്ലാ മെയിൻ ആർട്ടിസ്റ്റുകളും നടികളും നടന്മാരും ടെക്നീഷ്യന്മാർക്ക് എത്ര വാങ്ങിക്കുന്നുള്ള യഥാർത്ഥ ലിസ്റ്റ് കൊടുക്കുന്നുണ്ടോ അവർ? കള്ളക്കണക്കല്ല. ആ കണക്ക് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് പോകേണ്ട പൈസയാണെന്ന് ആലോചിക്കണം. അതെ. അത് ഇവർ ചെയ്യുന്നില്ല. ഇവർക്ക് ചില സൗന്ദര്യ പണക്കങ്ങൾ വരുമ്പോൾ മാത്രമാണ് സംഘടനയെ ദുരുപയോഗപ്പെടുത്തി ഇവർ സമരത്തിലേക്ക് നയിക്കുന്നുള്ളത്. അല്ല സിനിമയോടുള്ള സ്നേഹം കൊണ്ടല്ല. സിനിമയോട് സ്നേഹമുണ്ടെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിതം ഹോമിച്ച എത്രയോ നിർമ്മാതാക്കളുണ്ടെന്നറിയാം. അവർക്ക് ഡേറ്റ് കൊടുക്കേണ്ടതല്ലേ? എന്നാൽ ഇപ്പോൾ സുരേഷ് കുമാർ അടക്കമുള്ള സുരേഷ് കുമാർ മോശം ആളൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവരുടെ തീരുമാനങ്ങൾ ഇപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലും മറ്റു ആർട്ടിസ്റ്റിനും വേണ്ടി ഇവിടെ നിർമ്മാതാക്കൾ പരീക്ഷണം നടത്തിയിട്ടാണത്. വിജയിക്കുന്ന ഉറപ്പില്ല. അങ്ങനെ എത്രയോ സിനിമകൾ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിയുടെ 6 സിനിമകൾ പടപട പൊളിഞ്ഞു. നല്ല സിനിമകളായിരുന്നു. ജോഷി, ഡെന്നിസ് ജോസഫ് അടക്കമുള്ള ചെയ്തതാണ്. പടകളെ പൊളിഞ്ഞു. മമ്മൂട്ടിക്ക് അഡ്വാൻസ് കൊടുത്തവർ മമ്മൂട്ടിക്ക് അഡ്വാൻസ് അല്ലേ കൊടുത്തില്ല, പോട്ടെ എന്നൊരു മമ്മൂട്ടിയെ കംപ്ലീറ്റ് ഒഴിവാക്കിയെന്ന് ആലോചിക്കണം. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ടൊരു നിർമ്മാതാവ് വന്നു, ജൂബിലി ജോഷി, ഡെന്നിസ് ജോസഫ് ഒരു തുരുപ്പ് ചീട്ട് കണക്കിയാണ് അവർ ന്യൂഡൽഹി ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം. ആ ന്യൂഡൽഹിയും വിജയിച്ചില്ലായിരുന്നെങ്കിലോ? അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ടെക്നീഷ്യനെ വളർത്താൻ വേണ്ടി നിർമ്മാതാവ് ത്യാഗം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉറപ്പുണ്ടോ ഒരു പടം വിജയിക്കുന്നു? ഒരു ഉറപ്പുമില്ല.